ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഇന്ന് ഹർത്താലല്ലേ, പിന്നെ ഒന്നും നോക്കിയില്ല, കൃഷിയിലേക്ക് ഇറങ്ങി. അപ്പോഴാണ് അടുക്കളയിൽ കുറച്ച് അടുക്കള വേസ്റ്റ് കണ്ടത്. അപ്പോൾ പിന്നെ അതൊന്ന് മണ്ണിൻ്റെ അടിയിലേക്കാക്കാന്ന് കരുതി. നമുക്ക് ജൈവ കമ്പോസ്റ്റ് വേണം. അപ്പം അത് വേഷം മണ്ണിൻ്റെ അടിയിലേക്കാക്കി. അപ്പോഴാണ് തോന്നിയത് നമ്മളെ ജമന്തിക്ക് കുറച്ച് ജൈവ വേസ്റ്റ് ഇട്ട് കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ കഴിഞ്ഞ 10 ദിവസം മുന്നേ ഞാൻ അടുക്കള വേസ്റ്റ് ഇവിടെ കുഴിച്ച് മൂടിയതാണ്. അപ്പോൾ അവിടുന്ന് കുറച്ച് കമ്പോസ്റ്റ് ഏകദേശമായിരിക്കുന്നു. അപ്പോൾ അവിടുന്ന് കുറച്ച് കമ്പോസ്റ്റ് എടുക്കാമെന്ന് കരുതി. അങ്ങനെ ഏകദേശം ഒന്ന് കോരി നോക്കി. അപ്പോൾ നല്ല മണ്ണേര ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നല്ല ഉഷാർ കമ്പോസ്റ്റ് ആയിരിക്കുന്നു. അപ്പോൾ നമുക്കിത് എടുത്തിട്ട് ജമന്തിക്ക് കൊടുക്കാം. മല്ലിക നമ്മൾ നട്ടിട്ട് ഇപ്പോൾ ഒരു ആഴ്ചയായി ജമന്തി. അപ്പോൾ ഏകദേശം വളം കൊടുക്കണം. കണ്ടോ, നല്ല മണ്ണേരിയാണ്. അപ്പോൾ നമ്മൾ അടുക്കളയിലെ വേസ്റ്റ് മാത്രം മതി. ഇത് കണ്ടോ, എത്തും ചെയ്യേണ്ട, കുഴിച്ചിടുക, ഒരാഴ്ച കഴിഞ്ഞാൽ ഇതുപോലെയാവും. കണ്ടോ, നല്ല മണ്ണേര കണ്ടോ. അപ്പം ഒരു ബക്കറ്റിൽ ഇത് ദിവസം നിറച്ചു ഫില്ല് ചെയ്തു. അപ്പോൾ നമുക്ക് ഇനി ജമന്തിക്ക് ഇട്ട് കൊടുക്കാം, മല്ലിയൊക്കെ ഇട്ട് കൊടുക്കാം. നല്ല മണ്ണിലിട്ടിട്ട് അപ്പോൾ നല്ല ജൈവമായിരിക്കുന്നത്. കഴിഞ്ഞ ഒരു 10 ദിവസം മുന്നിട്ട അടുക്കള വേസ്റ്റാണ്. ഏകദേശം കണ്ടോ, പൊടി ആയിരിക്കും. ഞാൻ എത്തും കിട്ടില്ല. കണ്ടോ, ഞങ്ങൾക്ക് ജമന്തിക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, ജമന്തി നമുക്ക് ഏകദേശം ഓണത്തിന് പൂക്കണം. ഏകദേശം ഒരാഴ്ച വൈകി ആണ് ഞാൻ നട്ടത്. പക്ഷേ നമുക്ക് നല്ല കെയർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലവർ ഓണത്തിന് തന്നെ കിട്ടും. അപ്പോൾ നല്ല ജൈവ രീതിയിൽ നമുക്ക് മണ്ണിട്ട് കൊടുക്കുക. ഇതുപോലെ ഒന്നരാടം ഇതുപോലെ ഇട്ട് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കും. അടുക്കള വേസ്റ്റ് അടുത്ത് കുറച്ച് കഴിയുമ്പോൾ അടുക്കള വേസ്റ്റ് ഇട്ട് മണ്ണായതാണ്. കണ്ടോ, നല്ല ജൈവ വളം. കണ്ടോ, ഇനി വേരൊക്കെ ഒന്ന് നല്ല തിക്കായിട്ട് കൂടും. അപ്പോൾ നല്ല പച്ചപ്പിൽ ഈ ജമന്തി വരും. അപ്പോൾ നമുക്ക് ഓണത്തിന് ഏകദേശം വിളവെടുക്കുക, ഫ്ലവർ. കണ്ടോ, അപ്പോൾ അടുക്കള വേസ്റ്റ് ആരും ഇതുപോലെ കളയരുത്. ഇതുപോലെ ചെയ്യുക. അവനവൻ്റെ വീട്ടിൽ തൈ നട്ടിട്ട് അതിൻ്റെ ചോട്ട് കിട്ടുക കഴിഞ്ഞാൽ അത് നല്ലൊരു തന്നെ. കണ്ടോ, ഏകദേശം എല്ലാത്തിനും നമുക്ക് ഇട്ട് കൊടുക്കാം. കാരണം നമുക്ക് ഓണത്തിന് പൂക്കണം. ഇനി ഇതിൻ്റെ 2 ദിവസം കഴിഞ്ഞിട്ട് ഇതിൻ്റെ തുമ്പൊന്ന് നുള്ളി കൊടുക്കണം. എന്നാലേ നല്ല ബുഷായിട്ട് വളരുള്ളൂ. ഇപ്പം നമുക്ക് കുറച്ച് ഈ വളം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് ഇതിൻ്റെ തുമ്പൊക്കെ ഒന്ന് നുള്ളി കൊടുക്കാം. ഏകദേശം തുമ്പ് നുള്ളാനായിരിക്കും. പക്ഷേ മഴ സമയത്ത് നുള്ളാൻ പാടില്ല. മഴ സമയത്ത് നുള്ളിക്കഴിഞ്ഞാൽ അതവിടെ വെള്ളം ഇറങ്ങും. ഒന്ന് വെയിലടിക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ തുമ്പൊക്കെ ഒന്ന് നുള്ളി കൊടുക്കണം. അപ്പോൾ വളം കൊടുത്തു. കണ്ടോ, ഇതുപോലെ ചെയ്യുക. നമ്മൾ ഈ കൃഷി ചെയ്ത് നമ്മളെ ഡ്രമ്മിലാണ്. ഇതിലിപ്പോൾ നമുക്ക് കുറേ കൃഷി ചെയ്തൊരു ഡ്രമ്മാണ്. ഇപ്പോഴും ഒരു കേടും പാടും കൂടാതിരിക്കും. കുറേ കൃഷി ചെയ്ത് കുക്കമ്പർ, ചീര, പല ഐറ്റം, റെയിൻബോ കോൺ, പല ഐറ്റം ചെയ്തതാണ്. ഓരോരോ സീസണിൽ ഓരോ കൃഷി ചെയ്യും ഇതിൽ. അപ്പോൾ എല്ലാവരും ഇതുപോലെ അവനവൻ്റെ അടുക്കള വേസ്റ്റൊക്കെ ഇതുപോലെ ജൈവവളമാക്കും.